പ്രിയമുള്ളവരെ, എൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. ഈ കാപ്പിയുടെ വീഡിയോ തന്നെ ഇടുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ 2-3 വീഡിയോ കാപ്പി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കവാത്ത് ചെയ്ത് വെട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട്. ഇത് ചെടി ഉണങ്ങിപ്പോത്തില്ലേ, അവൻ പിന്നെ കായ്ക്കുമോ, കമ്പ് കേടൊക്കെ ഉണ്ടാവുകയോ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി പേര് സംശയം ചോദിച്ചത്. അതായത് ഒരു 20 വർഷം ഇതുണ്ടോ, നല്ല വണ്ണമാണ്. 20 വർഷം പഴക്കമുള്ളൊരു കാപ്പി. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം, ഇപ്പം 2 വർഷമായേ, കഴിഞ്ഞ മുമ്പത്തെ വർഷം വെട്ടിയത്. അതുകൊണ്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു തളുപ്പ് ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ തളുപ്പ് വന്നതാണ്. ഇതിൽ നിന്ന് തളുപ്പും ഇതുണ്ട്, ഇതിൽ നിന്ന് തളുപ്പും 2 തളുപ്പ് ഞാൻ വിട്ടു. സംഭവം വിട്ടിട്ട് ഒരു 1, 2 ഇങ്ങനെ 4 സ്റ്റെപ്പിന് ഞാൻ മണ്ട അടത്തി വിട്ടു. ഇതുണ്ടോ, ഒരു അടത്തി വിട്ടു. ഇതും 2 കമ്പും അടത്തി വിട്ട് കഴിഞ്ഞപ്പം അതിൽ നിന്ന് ഇതുണ്ടോ കായ്ച്ചു. ഇനിയിപ്പോൾ ഇതായിപ്പോവും. അപ്പം ഈ കാപ്പി ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ട് ഇതുണ്ട്, ഇത് കഴിഞ്ഞ 50 വർഷം വെട്ടിയതാണ്. ഇതുണ്ടോ, വലുതായിട്ട് ഇത്രയും വണ്ണമുള്ള കമ്പ് വെട്ടിയതാണ്. ഇതുണ്ട്, ഇതൊക്കെ വെട്ടിക്കളഞ്ഞാണ്. അപ്പോൾ ഈ കാപ്പി ഇത്രയും വലിയ കാപ്പിയായതുകൊണ്ട് പോകാതിരിക്കാനായിട്ട്, ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ട് ഒറ്റ ഒരു വാത്, ഇതുണ്ടോ, ഈ ഒരു വാത് കാണാതിരിക്കുമല്ലോ, ഈ ഒരു വാത് ഞാൻ ഇട്ടതാണ്. ഇതുണ്ടോ, ഈ ഒറ്റ വാത്, ഈ വാതിൽ വിട്ടു. അപ്പോൾ അത് നിറച്ച് കായ്ച്ചു. ഇതുണ്ടോ, കുടം നിറഞ്ഞ് കായ്ച്ചു. അതിപ്പം ഇന്ന് ജനുവരി 18 ജനുവരി 18 അടുത്ത ഫെബ്രുവരി 15-20 ആകുമ്പോൾ ഈ കാപ്പി പഴുക്കത്തുള്ളൂ. ഇപ്പം നല്ല കറും പച്ചടി കിടക്കുക. ഇതൊക്കെ ചെറുതായിട്ട് ചനയ്ക്കാൻ തുടങ്ങി. ഇതുണ്ടോ, ഇതിൻ്റെ കുടം കണ്ടോ, നല്ല വലിപ്പമുള്ള കുടം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഇതുണ്ടോ, ഈ ഒരു കമ്പാണ് ഇങ്ങനെ നിർത്തിയിരുന്നത്. കാണാതിരിക്കുമല്ലോ അല്ലേ, കാഴ്ചക്കുന്നുണ്ടോ. അപ്പോൾ ഇത് അടഞ്ഞു നിന്നപ്പോൾ ഇത്രയും കുരു കിട്ടത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ പറിച്ച് കഴിഞ്ഞാൽ ഒരു 10-15 കിലോ പച്ച കിട്ടും. ഈ കാപ്പി മൊത്തം വലുതായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5 കിലോ കുരു പോലും കിട്ടിയില്ല. അപ്പോൾ ഞാനിതിങ്ങനെ വെട്ടി കൊടുത്താണ്. അതുണ്ടോ, കാണാതിരിക്കുമല്ലോ, ഇത്രയും എണ്ണമുള്ളൊരു കാപ്പിയാണ്. 20 വർഷം പഴക്കമുള്ള കാപ്പിയാണ്. അപ്പോൾ ഈ 2 തളുപ്പ് ഞാൻ നിർത്തി ഇപ്പോൾ ഇതാക്കി. ഇനിയിപ്പോൾ ഈ വർഷം കുരു പറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുണ്ടോ, ഇത് പറിച്ചത് കായ്ച്ചല്ലോ. ഇതുണ്ട്, ഇതൊക്കെ നല്ല കായ്ച്ച് കിടക്കുക. അപ്പോൾ ഈ കമ്പം കൂട്ടിക്കളയും. ഇതുണ്ട്, കാണാതിരിക്കുമല്ലോ. ഈ ഒരു നിർത്തേക്കുന്ന ഈ ഒരു കമ്പ് ഉണ്ടോ, ഈ ഒരു കമ്പ് കട്ട് ചെയ്ത് കളയുമ്പോൾ നല്ലൊരു കാപ്പിയായിട്ട് കിട്ടും. അതുണ്ടോ, ഇതൊക്കെ ഒരു കണ്ടോ, അങ്ങനെ കാഴ്ചകൾ ഇത് കണ്ടോ. അപ്പോൾ ഈ കാപ്പി നല്ല പടന്ന് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടോ, ഇത്രയും ആണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ചരുവാണ് കണ്ടോ, നല്ല ചരുവുള്ള സ്ഥലം. അപ്പം ഞാൻ പിന്നെ ഒരു കാപ്പിയൊക്കെ പൂത്ത് ഒരു തളത്തൊക്കെ വരുന്ന സമയത്ത് തുരിശും കുമ്മായം കൊണ്ട് അടിച്ചു വിടും കേട്ടോ. പിന്നെ അതുപോലെ ഇങ്ങനെ കമ്പും കോലും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെല്ലാം കിട്ടുന്ന പാളയും ഈ തളങ്ങും ഈ കാപ്പി കിട്ടുന്ന വേസ്റ്റ് എല്ലാം കൂടെ ഒരു കുഴി കുത്തി. കഴിഞ്ഞ വർഷം ഞാൻ പുകച്ചതാണ്. കുഴി കുത്തിയിട്ട് അതിനകത്തോടെല്ലാം ചെറുതായിട്ടെല്ലാം അരിഞ്ഞിടും. ഇതുപോലെയുള്ള കമ്പ് കോല് ഈ തണങ്ങിൻ്റെ ഈ കാപ്പി വെട്ടുന്ന എല്ലാം അരിഞ്ഞിട്ടിട്ട് ഒരു ശകലം ഏറ് പോകാനായിട്ട് ശകലം ഒരു ഓട്ടയിടും. അതുകൊണ്ട് ബാക്കി കുഴി മൂടിയിട്ട് കത്തിക്കും. അല്ലെങ്കിൽ പിന്നെ ആളിയ കൃഷിക്ക് നാശമല്ലേ, അവിടെ നീറും ഈ പുക ഇങ്ങനെ അടിക്കും. പുക അടിക്കുമ്പം ഈ കാപ്പിയുടെ കീടങ്ങളും അപ്പോൾ ഇതൊക്കെ മാറി നല്ല വിളവും കിട്ടും. അപ്പം പഴയ കാരണവന്മാരൊക്കെ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയാണ് ഞാനും ചെയ്യുന്നത്. അപ്പം നല്ല വിളവും കിട്ടും, നല്ല ലാഭമാണ്. ഇപ്പം കാപ്പിക്കിലോന് 210 രൂപ വില തൊണ്ടും പുറത്തുണ്ട്. ഇച്ചിരി വില കുറഞ്ഞായിരുന്നു കയറി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ 240 വന്നാൽ. എന്നാലും നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും. എനിക്ക് കാപ്പി വലിയ ഇഷ്ടമുള്ള കൃഷിയാണ് കേട്ടോ. ഇതൊക്കെ കുടന്ന് അറിഞ്ഞ് ഇതൊക്കെ അടുത്ത മാസം ആകുള്ളൂ. അപ്പം ഇതുപോലുള്ള ചെറിയ വിശേഷങ്ങൾ വീഡിയോയ്ക്കായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ എൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഓരോ രീതിയിലാണ്. അപ്പോൾ എൻ്റെ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ, നഷ്ടം വരികയല്ല. അങ്ങനെ നല്ല ഗുരുവും കിട്ടും. അപ്പോൾ ഈ കരികലൊക്കെ മാറി ഈ പുകച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു വളവും കൂടെയാണ്. ഈ ചാരവും പുകയെല്ലാം വരുമ്പോഴത്തേക്ക് നല്ലൊരു വളവും കൂടെയാണ്. അപ്പം ഇതുപോലുള്ള ചെറിയ വിശേഷങ്ങൾ വീഡിയോയ്ക്കായിട്ട് ഇനിയും ഞാൻ വരാം. അപ്പോൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ചോദിക്കുക. ഞാൻ എൻ്റെ രീതിയിലുള്ള കൃഷി രീതിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബൈ കൂട്ടുകാരെ.